രീതിയിലാണ് എതിർപ്പാളകൾ സരിനെ കുറിച്ച് പറഞ്ഞത്. ആ പ്രചാരണം തിരിച്ചടിയായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, അത് ഞങ്ങളുടെ അഭിപ്രായത്തിലില്ല. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ശരിയാണ് എന്നുള്ള നിലപാടാണുള്ളത്. അദ്ദേഹത്തെ രാഷ്ട്രീയ രംഗത്ത് തുടർന്നും ഉപയോഗിക്കത്തക്ക നിലയിലുള്ള സമീപനമാണ് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ തുടർന്നും സ്വീകരിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളെന്തൊന്നും ചോദിക്കാത്തതാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അതിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇടും. സാധാരണ നിലയിൽ എല്ലാ കാലത്തും പത്രങ്ങൾക്ക്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ തവണയും ഇടതുപക്ഷ ജനാധിപത്യം പത്രപരസ്യം കൊടുത്തിട്ടുണ്ട്. അത് തീരുമാനിച്ചു കൊടുത്താണ്. അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളം നേരിടുന്നൊരു ഗൗരവമായ പ്രശ്നമുണ്ട്. അത് ഈ വർഗീയതയുടെ നിലപാടുകൾ തന്നെയാണ്. മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന RSS നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികൾ, അവരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത്. അത് വളരെ അപകടകരമായ നിലയാണ്. മതരാഷ്ട്രവാദത്തിൻ്റെ നിലപാടെടുക്കുന്നവരാണ് SDPIയും പിന്നെ ജമായത്തും. ഈ രണ്ട് പാർട്ടികളും മതരാഷ്ട്രവാദത്തിന് വേണ്ടിയുള്ള നിലപാടെടുക്കുന്നവരാണ്. ഇതിൽ ഈ വിഭാഗങ്ങളുമായിട്ട് ഒരു തരത്തിലും ധാരണ ഉണ്ടാക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ SDPIയും ജമായത്തും തമ്മിൽ അവരെ യോജിപ്പിച്ച് UDFൻ്റെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത്. അതിൽ നിന്ന് അവർ തന്നെയാണ് ഒരു പരിശോധന ഈ കാര്യത്തിൽ നടത്തേണ്ടത്. രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഭാവിയുടെ കൂടി നിലവെച്ചുകൊണ്ട് അവർ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഈ കൂട്ടുകെട്ട് ശരിയല്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടുകെട്ടിൻ്റെയും കൂടി ഫലമാണ് ഈ പാലക്കാട്ടെ ഈ വിജയം എന്നുള്ളത്. അതും ഒരു ഘടകമാണ് എന്നുള്ളതാണ് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. സ്വതന്ത്ര ചിഹ്നമല്ലേ കിട്ടിയത്? സാധാരണ നിലയിൽ പാർട്ടിയല്ല ചിഹ്നം തീരുമാനിക്കുക, പിന്നെ ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുക. അല്ല, CPMൻ്റെ തീരുമാനം സ്വന്തം സ്ഥാനാർത്ഥിയെ കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങളുദ്ദേശം അല്ല. അത് ഇത്തവണ നമ്മൾ അതിൽ വ്യത്യസ്തമായി തികച്ചും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ കണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം ചിഹ്നം അനുവദിക്കാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അത് CPMൻ്റെ വോട്ട് കിട്ടുന്ന കാര്യം തിരിച്ചടി വന്നിട്ടില്ല. വേറെ ഏതെങ്കിലും വോട്ട് പരിശോധിച്ചെങ്കിലും നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തത വരുത്തേക്കും. ഇനി ദിവസങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ. നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, ശരി. അത് ഉറപ്പല്ലേ? അതിൽ നിങ്ങൾ പറഞ്ഞതിലേക്ക് ഒരു കാര്യം ഞാൻ പറയാം. AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കര അസംബ്ലി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തണം. അങ്ങനെ പരാജയപ്പെടുത്തലാണ് ഭരണവിരുദ്ധ വികാരം പ്രകടമാക്കാനുള്ള അവസരം എന്ന് KC വേണുഗോപാലാണ് പറഞ്ഞത്. KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ള ഈ അഭിപ്രായം നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നുണ്ടല്ലോ. ആ അഭിപ്രായം വെച്ച് നോക്കി തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് ഈ ചേലക്കരയിലുള്ള വിജയം വ്യക്തമാക്കുന്നുണ്ടല്ലോ. പാലക്കാടും അല്പം വോട്ട് കൂടി. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച നിലപാട്. അതൊന്നും നമുക്ക് ഭാവിയിൽ നോക്കാം. അത് ഭാവിയിൽ നമുക്ക് നോക്കാം. തുടർ ഭരണം കിട്ടുമോ എന്തായാലും. തുടർ ഭരണം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും തുടർ ഭരണം കിട്ടിയിരുന്നു? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലേ തുടർ ഭരണം കിട്ടിയിട്ടുള്ളത്. ആ തുടർ ഭരണം കിട്ടാൻ ഇടവരുത്തിയിട്ടുള്ള സാഹചര്യം എന്താ? ഗവൺമെൻറ്റിന് പ്രവർത്തനങ്ങളില്ല. അതുകൊണ്ട് ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി ജനക്ഷേമ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിലപാടുകൾ എടുത്തു പോകുമ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും വളരെ ഈ 2021 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ അതിനേക്കാൾ ശക്തമായ ഫലത്തോടു കൂടി തിരിച്ചു വരാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുമ്പിലുള്ള പ്രധാനപ്പെട്ട. സന്ദീപ് വാര്യരെ കൊണ്ടുപോയത് കോൺഗ്രസിന് ഗുണം ചെയ്തെന്ന് നിങ്ങളെ പല നേതാക്കളും ക്ലിയർ ആണെന്നൊക്കെ പറഞ്ഞിട്ടും കോൺഗ്രസ് ആണ് കൊണ്ടുപോയത്. സന്ദീപ് വാര്യരുടെ പ്രശ്നം BJP അല്ലേ, അവരുടെ നിലപാടല്ലേ പറയേണ്ടത്.
അത് ആയോ ഇല്ലയോ എന്നുള്ളത് അവർ പരിശോധിച്ചിട്ട് പറയട്ടെ. അത് ഈ വോട്ടിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു നിലപാടിലെത്താൻ കഴിയില്ല. കോൺഗ്രസ് അവരെ കൊണ്ടുപോയത് ശരിയോ തെറ്റോ എന്നുള്ളത് കോൺഗ്രസ്സാണ് പറയേണ്ടത്. അതിൽ ഞങ്ങളല്ല ഒരു അഭിപ്രായം പറയേണ്ടത്. ഞങ്ങൾക്ക് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പം അതിൻ്റെ വിവാദത്തിലേക്കൊന്നും കടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പാലക്കാട് ഫലം നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? സന്ദീപ് വാര്യരുടെ അല്ലല്ലല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇലക്ഷൻ്റെ ഒരു സംഗതി നമ്മളൊന്ന് വിശദമായി പരിശോധിക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം.